വേലിയേറ്റ സമയമാണ്. ഇതോടുകൂടി തിരയുടെ ശക്തി വർദ്ധിച്ചിട്ടുണ്ട്. ഈ സംരക്ഷണ ഭിത്തിയിൽ ഇടിച്ചതിന് ശേഷമാണ് വീടുകളിലേക്കൊക്കെ വെള്ളം അടിച്ചു കയറുന്നത്. ഇന്നലെ ഉച്ചയോടുകൂടി കടൽ കൂടുതൽ പ്രക്ഷുബ്ധമായിരുന്നു. ഈ വീടിന് മുകളിൽ കൂടിയാണ് തിരമാല അടിച്ചു കയറിയത്. അകത്തുണ്ടായിരുന്ന സാധനങ്ങളെല്ലാം ഏറെക്കുറെ നശിച്ച സ്ഥിതിയിലാണ്. കല്യാണി എന്ന് പറയുന്ന സ്ത്രീയുടെ വീടാണ്. അവരൊക്കെ ഇവിടെ എന്നോടൊപ്പം തന്നെ ചേരുന്നുണ്ട്. കല്യാണം, ഇന്നലെ വീടിന് മുകളിലൂടെ വന്നു, എല്ലാം നശിച്ചു പോയോ? ഒക്കെ എല്ലാം പോയില്ലേ, കണ്ടില്ലേ? മൊത്തം പോയി. 40 സാരി പോയി. ആ പോട്ടെ, എന്റെ ജീവൻ കിട്ടി, അത് മതി. കട്ടിലും പോയി, കിടക്കയും പോയി, എല്ലാം പോയി. ഒന്നുമില്ല, വീട്ടിലൊന്നുമില്ല. നിങ്ങൾ കയറി നോക്കിക്കൊള്ളേണ്ട ഉള്ളിൽ പാത്രമില്ല, ഒന്നുമില്ല, ഒക്കെ പോയി. സാധനങ്ങളെടുത്ത് പുറത്തേക്ക് ഇട്ടല്ലേ? അതെല്ലാം കൊടുത്ത് പുറത്തേക്ക് ഇട്ട്. പിന്നെ കുറച്ച് ആടുകൾ അത് കൂട്ടിൽ അത് നഞ്ഞു ഒലിഞ്ഞു പോട്ടെ. അങ്ങനെയാണ് ഇപ്പോൾ. അത് പേടിച്ചിട്ട് ഇവിടെ കിടക്കാൻ പറ്റില്ല. മേലെ നിന്ന് എപ്പോഴാണ് വരിക നല്ലത്, ഇടിഞ്ഞു പൊളിഞ്ഞ് താഴത്ത് വീഴും. അങ്ങനെ ഒരു പ്രാവശ്യം വീണ്ടും കെട്ടിയതാണ് ഇത്. അങ്ങനെ കഴിഞ്ഞ പോലെ 2 കൊല്ലം ഇതിപ്പോൾ വീണ് മറിഞ്ഞെടുക്കുന്നു. ആൾക്കാർ വന്ന് നോക്കുക എന്നല്ലോണ്ട് ഒരു ഇതുമില്ല. വീട് മൊത്തം കാലിയാ, ഒക്കെ കടലിൽ പോയാ, ഇതിൻ്റെ ഉള്ളിൽ നിറച്ചും പോയാ, വേറെ ഒന്നുമില്ല. ബുദ്ധിമുട്ടാണ്, പ്രയാസമാണല്ലേ? പ്രയാസമാണ്. ഒരു 10-68 വയസ്സായി, എനിക്കൊന്നും ഇത് കെട്ടാൻ പറ്റുമൊന്നുമില്ല. എവിടെയും കിടന്ന് മരിക്കുക, ചുടുകാട്ട് കൊണ്ടുപോകുക എന്നല്ലാണ്ട് വേറെ മക്കൾ 2 ആൺകുട്ടികളുടെ തിരിഞ്ഞു പറയില്ല. 68ന്റെ ചെറുപ്പല്ലേ? അപ്പോൾ 2 മക്കളുണ്ട്. ഒരു മോൻ അവിടെ ഉണ്ട്. നമുക്ക് നായി വെള്ളം തരില്ല. ഞാൻ കുപ്പി പെറുക്കി ജീവിക്കുക. പ്ലാസ്റ്റിക് കുപ്പിയില്ലേ, ആ റോഡിൽ നിന്ന് കണ്ടിട്ട് പെറുക്കി ജീവിക്കാം. ഞാൻ വേറെ മക്കളുണ്ടായിട്ട് മക്കളൊന്നും എന്നെ നോക്കൂല. കടലിനോട് ചേർന്ന് ജീവിക്കുന്ന ജനങ്ങളുടെ ദൈന്യതയാണ് കല്യാണം വിവരിച്ചത്. ഇതൊക്കെയാണ് വീടിനകത്തുണ്ടായിരുന്ന സാധനങ്ങളാണ് നനഞ്ഞ മോശമായതിനെ തുടർന്ന് എടുത്ത് പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. ഒരുപാട് വസ്ത്രം, പാത്രങ്ങൾ അടക്കം, കട്ടിലടക്കം പുറത്തേക്ക് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ആട്ടിൻ കൂട് സമീപത്ത് തന്നെ കാണാം. അടിച്ചു കയറി ഇത്രയും ദൂരത്തിലേക്കൊക്കെയാണ് തിരമാല ഇന്നലെ ഉച്ചയോടുകൂടി വന്നിരുന്നത്. പിന്നീട് ശക്തി കുറയുകയും ഇപ്പോൾ വേലിയേറ്റ സമയമായതുകൊണ്ട് ഞാൻ പറഞ്ഞതുപോലെ തിരയുടെ ശക്തി വീണ്ടും വർദ്ധിക്കുകയും ചെയ്തിട്ടുണ്ട്. മേലെ കൂടെയാണ് തിര അടിക്കുന്നത്. അപ്പൊ ചുമര് വീഴോന്നൊരു പേടിണ്ട്. തേപ്പ് കഴിഞ്ഞിട്ടില്ല. അപ്പൊ എല്ലാ കൊല്ലവും ഇങ്ങനെ അടിക്കുമ്പോ ഇത് എന്തായാലും വീഴാനാണ് ചാൻസ്. ഇപ്പൊ അടിത്തറയുടെ ഉള്ളിൽ നിന്ന് തന്നെ മണ്ണൊക്കെ പോയിക്കുന്നു. ഇത്രയും അടിച്ചു കയറാറുണ്ടായിരുന്നോ മുൻവർഷങ്ങളിലൊക്കെ? ഉണ്ടായിരുന്നു, എന്നാലും ഇത് വളരെ കൂടിപ്പോയി. ഇതിപ്പോ അടിച്ചത് ഇത്രയും ഇതിന്റെ മുകളിൽ കൂടി വരണമെങ്കിലൊന്ന് ആലോചിച്ചേക്ക്. നമ്മളെ വീട് വന്നാൽ എല്ലാവരുടെ വീട് വരും. ഒരു മക്കളുണ്ട് ആ ഭാഗത്തും അതിലൊന്നായിട്ട് ഇടിഞ്ഞു വീണില്ല. എന്താ സംഭവിക്കാന്നൊന്നും അറിയില്ല. ഇതിന് എന്താ ഇപ്പൊ ചെയ്യാന്നൊന്നും എല്ലാ ചാനലോടും പറഞ്ഞിട്ട് ഇപ്പൊ എന്താ ഒരു കാര്യം? ആരും ഇതായിരിക്കും വന്ന് നോക്കിയിട്ടും പിടിച്ചിട്ടില്ല. ഞങ്ങൾക്ക് തന്നെ ഇതെല്ലാം കൂടി ഇവിടെ വരുന്നിടത്ത് നോക്കാം, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? അതായത് പരാതിപ്പെട്ടിട്ടും ആരും വന്ന് നോക്കുന്നില്ലല്ലോ. പിന്നെ നമ്മളിപ്പോ എന്ത് ചെയ്യാനാ? ഞങ്ങൾ തീരാണെങ്ങനെ തീരട്ടെ. നമ്മൾ അല്ലാണ്ടിപ്പോ എന്ത് പറയാനോ? വരിവരിയായി നിരവധി വീടുകളുണ്ട്. എല്ലാവർക്കും ഇതേ സമാനമായ സ്ഥിതിയാണ്. വലിയ പ്രയാസത്തിലാണ്. ഈ സംരക്ഷണ ഭിത്തി ഉണ്ട് എന്നത് കുറച്ച് ആശ്വാസം നൽകുന്ന കാര്യമാണ് ഇവരെ സംബന്ധിച്ച്. എങ്കിൽ അതിന് മുകളിൽ കൂടി അടിച്ചാണ് വീടുകളിലേക്ക് മുകളിലേക്ക്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും തിരയുടെ ശക്തി വർദ്ധിച്ചു വരികയാണ്. ഏകദേശം ഒരു വൈകിട്ട് 4:30-5 മണി വരെ തന്നെ വേലിയേറ്റ സമയമാണ്. ആ സമയത്താണ്, ഉച്ചയോടൊക്കെ കഴിയുന്ന സമയത്താണ് കൂടുതലും തിരയുടെ ശക്തി വർദ്ധിക്കുകയും ഒക്കെ ചെയ്യുന്നത്. അരുൺ കിഷോറിനൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്, കോഴിക്കോട്.